എൻ്റെ പേര് ജൂഹി ജോണി. ഞാൻ കോട്ടയം മുട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ഒരു 10th പഠിക്കുമ്പോഴാണ് മമ്മിയും ഡാഡി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് മുതലേ മമ്മിയും ഡാഡിയും എപ്പം ഞാൻ ഏത് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഏത് എക്സാമിന് പോയാലും മാതാവിൻ്റെ ഉടമ്പടിയുടെ കാർഷ്യരൂപം തന്നേ ഞങ്ങളുടെ കയ്യിൽ വിടത്തുള്ളായിരുന്നുള്ളൂ. അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും പറ്റിയാലും മാതാവ് ഉണ്ടല്ലോ എന്നൊരു കൂട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മി എപ്പോഴും രാവിലെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പം 1-2-3 ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങനെ രാവിലെ 5:30-ക്കൊക്കെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം ഞാനിങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു, മമ്മി ഇതെന്തായിരിക്കും ഇങ്ങനെ ഇരുന്ന് ചൊല്ലുന്നത്, അപ്പോൾ അതിലെന്തെങ്കിലും അത്ഭുതം കാണാതിരിക്കില്ലല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാനും കൂടി മെഴുതിരിയൊക്കെ കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 10th ക്ലാസ്സിൽ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 10th ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും കൈ പിടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. ഞാൻ യൂണിഫോമിൻ്റെ അകത്തൊക്കെ ഇട്ടേച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുമായിരുന്നു. അതിങ്ങനെ എനിക്ക് 10th 12th എൻ്റെ 10th 12th എല്ലാം കഴിഞ്ഞു. ആ 2 ഇതിലും എനിക്ക് നല്ലൊരു പെർസെൻറ്റേജ്, ഞാൻ CBSE ആയിരുന്നു, 90% എബവ് കിട്ടി എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ +2 കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ലൈഫ് ഫുള്ള് ഇങ്ങനെ ട്വിസ്റ്റായത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശ പഠനം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഞാൻ എൻ്റെ +2 കഴിഞ്ഞ ഉടനെ തന്നെ IELTS പോയി അപ്ലൈ ചെയ്ത് IELTS എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ലൊരു സ്കോറോടുകൂടി ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ സന്തോഷത്തിൽ പോയി ഏജൻസിയിലൊക്കെ പോയി അപ്ലൈ ചെയ്തു. UK എല്ലാ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. അത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ട് ഈ എക്സ്പെൻസ് കൊടുത്ത് അവിടെ പോയി പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഓർത്തു, എന്നാലും എനിക്ക് വിദേശ പഠനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ജർമ്മനി ഒരു ഓപ്ഷൻ എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി ചേർന്നു. അങ്ങനെ ജർമ്മൻ പഠിച്ച് ആദ്യം കുറച്ച് എളുപ്പമായിരുന്നു, പിന്നെ ജർമ്മനും കുറച്ച് പാടാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എൻ്റെ B2 ലെവലായപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഡാഡി ഒരു ദിവസം എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. അതിൽ കിടന്നത് എന്താണെന്ന് വെച്ചാൽ UK 100% സ്കോളർഷിപ്പ് നൽകി BSc നഴ്സിങ്ങിൽ വെയിൽസിലേക്ക് കുറേ പിള്ളേരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത് ചിലപ്പോൾ ഇത് ശരിയല്ലായിരിക്കും, ഇത് വല്ല സ്കാമോ വല്ല ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഒന്നാതെ ഒത്തിരി പിള്ളേർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും ഇതിൽ, അതിൻ്റെ അകത്ത് എനിക്ക് സെലക്ട് ആവാന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ലായിരിക്കും. ഒന്നാതെ അവരുടെ ലാംഗ്വേജ് വെയിൽഷാണ്, അതുപോലെ തന്നെ അവരുടെ വെയിൽഷും ഇംഗ്ലീഷും കൂടി എനിക്ക് വല്ല അവർ ചോദിക്കുമ്പോൾ മനസ്സിലാവുമോ എന്നുള്ള പേടി കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് അപ്ലൈ ചെയ്യില്ലെന്ന്. പക്ഷേ ഡാഡി പറഞ്ഞു, എടി മാതാവും ഇല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, മാതാവിൻ്റെ രൂപമായിട്ട് നീ ഇരുന്നാൽ മതി, നീ ഉറപ്പായിട്ടും പാസ്സാവും, നീ പോയിരുന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ 2 ഇൻ്റർവ്യൂവിൽ അവരെന്താ ചോദിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആപ്പടെ പേടിയായി. ഞാൻ എന്തുമൊക്കെ പറഞ്ഞ് പിന്നെ മാതാവിൻ്റെ ആ ഒരു ഇതിൽ കാരണം ഞാനിങ്ങനെ എപ്പോഴും എന്ത് എക്സാമിന് എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഉടുപ്പിൻ്റെ അകത്തൊക്കെ മാതാവിനെ ഒളിപ്പിച്ച് കയറ്റിക്കൊണ്ട് ഞാൻ പോകുമായിരുന്നു. കാരണം എനിക്കൊരു ഭയങ്കര എനർജി ആയിരുന്നു. ഞാൻ അങ്ങനെ 2 ഇൻ്റർവ്യൂവും പാസ്സായി. ജൂലൈ ഇൻടേക്ക് ആയിരുന്നു. അപ്പോൾ അപ്പോഴാണ് എൻ്റെ പാസ്പോർട്ടിൽ കുറച്ച് എറർ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ പേരിലൊരു എറർ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് പേടിച്ചു പോയി. ജൂലൈ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ആ പാസ്പോർട്ട് എററായിട്ടുള്ള പാസ്പോർട്ട് വയ്ക്കുവാണെങ്കിൽ എനിക്ക് വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഞാനിരുന്നു, ദൈവമേ വീണ്ടും ഒരു ഹോപ്പ് തന്നല്ലോ മാതാവേ, എന്നിട്ടും ഇത് പോവാണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇൻടേക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡാഡി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. പാസ്പോർട്ടും എൻ്റെ +1 +2 ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. കറക്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, ഇനി നിങ്ങളുടെ ഇൻടേക്ക് ഏപ്രിലിലേക്കാണെന്ന്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പാസ്പോർട്ടും എല്ലാം ശരിയായി. ഇപ്പം ഞാൻ April 27 പോവാണ്. എനിക്ക് UK ഫുൾ 100% സ്കോളർഷിപ്പോട് കൂടി ഞാൻ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സാവുകയും ചെയ്തു. ഈ 27 ഞാൻ പോവാണ്. മാതാവിനും ഈശോയ്ക്കും എല്ലാം 1000 നന്ദി. ആദ്യം ഞാനിങ്ങനെ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇതെന്തുമായിരിക്കും സംഭവം എന്ന്. എനിക്ക് ആദ്യം വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓർത്ത് ഇതെന്തുവാണ് ഇതെന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു ഞാനിരുന്നത്. പക്ഷെ അത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഞാൻ അറിയാതെ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ കൂടെ നടന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഛർദിലുണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് മാറിക്കിട്ടി. ഞാൻ ഓർത്ത് കൊള്ളാലോ സംഭവം എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് അവസാനം എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു,
മാതാവ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ മാതാവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഇത് എൻ്റെ ഒരു വിശ്വാസമാണ്. താങ്ക് യു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ഒരു വലിയൊരു അവസരത്തിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തിപരമായിട്ട് ലഭിക്കുന്നൊരു ദൈവാനുഭവമായിട്ട് ഈ അൾത്താരയിൽ വരാനായിട്ട് ദൈവം അനുവദിച്ചതിന് ഓർത്ത് നമുക്കെന്ന് പറയാം. പ്രത്യേകിച്ച് അമ്മയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും. ഇവിടെ പറയുന്ന ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളെല്ലാം പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആരംഭം ഇതുപോലെ അമ്മ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കേട്ടിട്ടുള്ളത്. പിന്നെ തൻ്റെ ബന്ധുക്കാരെന്നും പറയുന്നുണ്ട്. എങ്കിലും അമ്മമാരെടുക്കുന്ന ഉടമ്പടിയുടെ ഒരു സംരക്ഷണം, അതിൻ്റെ ഒരു സാന്നിധ്യം മക്കളിലേക്ക് വരുന്നത് അത് ഉടമ്പടിയിലൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ റെഫർ ചെയ്യപ്പെടുന്ന അമ്മയുടെ ഉടമ്പടി കണ്ട് കേട്ടു പഠിച്ചാണ്, അല്ലെങ്കിൽ അത് കണ്ട് ഒരു പക്ഷേ ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഈ മകളിപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ഒരു ചേഞ്ചും ഒരു അനുഭവമായിട്ട് തോന്നുമ്പോഴാണ് നമുക്കതിൽ ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. ഒരു പക്ഷേ അപ്പച്ചനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും മതബോധന ക്ലാസ്സിൽ കേൾക്കുന്നതും പള്ളിയിൽ കേൾക്കുന്ന വിശ്വാസമൊക്കെ നമ്മളിങ്ങനെ ഒരു തിയററ്റിക്കൽ നോളജ് ലെവലിൽ നിൽക്കുമ്പോൾ അതും എൻ്റെ വ്യക്തി ജീവിതമായിട്ട് അതിന് കണക്ട് ചെയ്യാനായിട്ട് ഉടമ്പടിക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഒരു പക്ഷേ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവരും ഒപ്പം പ്രായഭേദമന്യേ ജാതിഭേദമന്യേ ഇവിടെ സാക്ഷ്യം പറയുന്നത്. കാരണം സോളിഡായിട്ടൊരു അനുഭവം ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ സ്കോളർഷിപ്പിൽ UK പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ചാൻസാണ്. അപ്പം അതിലേക്ക് തന്നെ പ്രാർത്ഥനയിൽ അത് ഒരുക്കുവാനായിട്ട് അമ്മയ്ക്കും ഒപ്പം അപ്പച്ചനും ആ ഒരു പ്രാർത്ഥന മാതാവിൻ്റെ വിളിച്ചതല്ലേ നിൻ്റെ കൂടെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നൊരു വിശ്വാസത്തിനാണ് മാതാപിതാക്കൾക്കുണ്ട്. അതിനോടൊപ്പം ഈ മകൾക്കും ഇനി മുൻപോട്ട് ഏത് യാത്ര നടത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനൊരു അനുഭവമുണ്ട്. മാതാവ് നൽകിയതാണ്, അല്ലെങ്കിൽ ദൈവം നൽകിയതാണ്, ഈശോ നൽകിയതാണ്. ഈ ഒരു ബോധ്യം തൻ്റെ ചെറുപ്പത്തിൽ നിൽക്കുകയും ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരോടാണെങ്കിലും ഭാവിയിൽ സാക്ഷ്യം കേൾക്കുന്നവർക്കും മുമ്പിലും ഇതൊരു ദൈവാനുഭവമായിട്ട് പറയാനായിട്ട് ദൈവം ഇടവരുത്തിയെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചെറുപ്പമായിട്ടുള്ളവർ ദൈവത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ തന്നെയും അവർക്ക് വ്യക്തമായിട്ടൊരു അനുഭവം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. ഉടമ്പടിയിലൊരു വ്യക്തിക്ക് ലഭിക്കുന്നതും ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ്. ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച പ്രാർത്ഥനയിലുള്ള വളർച്ചയും ഒപ്പം മാതാപിതാക്കളോടുള്ള ചേർന്നുള്ള പ്രാർത്ഥനയും അപ്പോൾ ഇനിയും ഈ ഉടമ്പടിയിൽ ഇനി മുൻപോട്ട് എവിടെ പോയിരുന്നാലും ഇതൊരു വലിയൊരു പ്രകാശം പോലെ ജീവിതത്തിൽ നിൽക്കട്ടെ എന്നും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായ അമ്മയുടെ സാന്നിധ്യം ഇനിയും അനുഭവിക്കാനായിട്ട് ഈ മകൾക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ വിജയത്തിനും പ്രധാനം പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.